കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം രാഹുൽ ഗാന്ധി മോദി ഒരു സംവാദം എന്നൊരു ഇത് അത് നടക്കുമോ? അത് അങ്ങനത്തെ ഒരു ഇത് നടക്കുമെന്നുള്ളത് ഞാൻ നടന്നാളുടെ അവസ്ഥ ആലോചിച്ചു. ഈ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഞാനെ ചവിട്ടി തവളേനെ പോലെ. രാഹുൽ ഗാന്ധി മോശമായതുകൊണ്ടല്ല പറയുന്നത്. രാഹുൽ ഗാന്ധി ഭേദപ്പെട്ട രീതി ഇപ്പം വളർന്നു വന്നില്ല. ഒരു പപ്പുവിൽ നിന്ന് ഫൈറ്റർ, ഹാപ്ലെസ് ഫൈറ്റർ, ഭയങ്കരമായിട്ട് പടപൊരുതുന്ന, എന്നാൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഫൈറ്റർ എന്ന രീതിയിൽ അത് ഇമേജൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രഭാഷകൻ എന്ന രീതിയിലുള്ള മോഡിയുടെ സ്കില്ല് അതുല്യമാണ്. ഇത് അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതായത് മോഡിയുടെ ആക്സെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ആക്സെന്റ് നിങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ്റെ ആക്സെന്റ്. അപ്പോൾ അമിതാഭ് ബച്ചൻ ആ ആക്സെന്റ് ഇപ്പോൾ ഷാരൂഖ് ഖാനൊക്കെ കഴിഞ്ഞ ശേഷം എന്താണ് ഇപ്പോൾ രാജീവ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അമിതാഭ് ബച്ചൻ്റെ ആ ആക്സെന്റാണ് ഒരു സിനിമ ആക്സെന്റ് ഇപ്പോഴും ഉത്തരേന്ത്യ ഭരിക്കുന്നത്. ഇപ്പോൾ ഋതിക് റോഷന് ഒരു പ്രത്യേക ആക്സെന്റ് ഇല്ല. അതിനുശേഷം വന്നത് ഷാരൂഖ് ഖാനാണ്. ഷാരൂഖ് ഖാൻ്റെ പക്ഷേ ഒരു പ്രത്യേക ഒരു വിക്കുള്ളൊരു ആക്സെന്റാണ്. അമിതാഭ് ബച്ചൻ്റെ ഈ മാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മോഡിയുടെ ഓരോരോ വാക്കും ഒരു നോട്ട് അവസാനിക്കുന്ന അമിതാഭ് ബച്ചൻ്റെ ഈ ഒരു അവസാനിക്കുന്ന പോലെയാണ്. മാ ഭാരത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള കാരണം നമ്മൾ ഓൾറെഡി ഇപ്പൊ മോഹൻലാലിന്റെ നമ്മളീ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മോഹൻലാലിന്റെ ആക്സെന്റ് സംസാരിക്കുന്ന ആളുകൾ കൂടുതൽ കേൾക്കും. കാരണം അവർക്ക് പരിചയമുള്ള സൗണ്ടാണ്. മോഡി സത്യത്തിൽ സെൽഫ് മെയ്ഡാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ ഇങ്ങനെ എന്താ പറയുക കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്, കോപ്പി ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹം വോയിസ് അമിതാഭ് ബച്ചനാണ് എടുത്തത്. അതങ്ങനെ ബോധവും തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അമിതാഭ് ബച്ചന്റെ വോയിസ് നല്ല പരിചയമുള്ള വോയിസാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് പരിചയമുള്ള അത് നേരെ എടുത്തിട്ട് മോഡി പറയുമ്പോൾ അമിതാഭ് ബച്ചന്റെ ഇമേജ് കൂടി അതിൻ്റെ കൂടെ ചേരുകയാണ്. അവർക്ക് അപ്പൊ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുകയാണ്. പിന്നെ മോഡി നേരിട്ടുള്ള ഡിബേറ്റിന് വന്നാൽ മോഡി നിൽക്കുമെന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഭയങ്കര ഡിബേറ്ററാണ്. പല ആളുകളും പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ സംസാരിക്കും. വെറുതെ തോന്നുക. ഞാൻ അങ്ങനെ നന്നായി പഠിച്ചതാണ്. അങ്ങനെ ഭയങ്കര വിമർശകനായിരുന്നു. ഗുജറാത്ത് കലാപമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ആ സമയത്ത് അതേ അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള ഒരുവിധം കിട്ടാവുന്ന എല്ലാ ടെലിവൈസ്ഡ് പ്രസംഗങ്ങൾ ഹിന്ദിയാണ് നോക്കിയത്. ഹിന്ദിയിൽ അങ്ങനെ പിടിച്ചു കിട്ടാൻ പാടാണ്. ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ ചിലപ്പോൾ ടെലിപ്രോംപ്റ്റർ വേണ്ടി വരും. അപ്പം പിന്നെ രാജീവ് എന്താണ് മഹാത്മാഗാന്ധിനെ മോഹൻലാൽ കരചന്ദ് ഗാന്ധി എന്ന് വിളിച്ചു, മോഹൻദാസ് എന്ന്. അതൊക്കെ സംഭവിക്കും. ഞാനും നിങ്ങളൊക്കെ ഒരു നാക്കുപിഴ സംഭവിക്കും. അല്ലാതെ ഒരു ഗുജറാത്തി സംബന്ധിച്ചിടത്തോളം മോഹൻദാസ് നമുക്ക് ചിലപ്പം പറ്റും. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നു. അല്ലെ, അതൊക്കെയാണ് ഇവിടെ വലിയ നെഗറ്റീവ്. അത് മോഡിയുടെ ഏറ്റവും വലിയ വിജയത. നിങ്ങൾ മോഡിക്ക് എതിർക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഉണ്ടാവാന്ന് ചെറിയ അതൊക്കെ ആളുകൾ ഇതൊക്കെ സത്യത്തിൽ വലിയ സംഭവമായി കൊണ്ടുവരുന്നത് നിങ്ങളാണ് അപഹാസ്യരാകുന്നത്. അപ്പൊ അങ്ങനെ വന്ന ഒരു മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡിനെ ഇപ്പം എൻ്റെ സിസ്റ്റം മോഡിയുടെ കയ്യിലുണ്ട്. ഫാക്റ്റും ഫിഗേഴ്സും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ മോഡി വന്ന ഫാക്ട് തെറ്റാന്ന് വിചാരിച്ചോ. ഈ ലെനിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്ത് 3 തരത്തിലുള്ള കള്ളങ്ങളുള്ളത്: കള്ളം, പെരുങ്കള്ളം, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാന്ന് വെച്ചാൽ ഏറ്റവും നെഗറ്റീവ് ആയതുപോലെ ഏറ്റവും മഹത്തരം എത്തിയിരിക്കാൻ പറ്റും. മോഡിയുടെ കയ്യിൽ മൊത്തം സാധനം നിങ്ങളിപ്പോൾ വാദത്തിന് വേണ്ടി എടുക്കാം, മോഡി പറയുന്നതൊക്കെ തെറ്റാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അത് ശരിയാക്കാനുള്ള സാധനം മൂപ്പരെ കയ്യിലുണ്ട്. പിന്നെ അങ്ങേരുടെ സ്കില്ലും കൂടി പിടിച്ചാൽ കിട്ടും. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഇംഗ്ലീഷിലാണ് ഡിബേറ്റ് എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിയൊക്കെ അങ്ങേർക്കും കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ആ സമയത്ത് ഇപ്പൊ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിന് മുമ്പ് ഈ ഗോളിമാര് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ 1000 തവണ പ്രാക്ടീസിന്റെ ഇടയിൽ നിങ്ങൾ പെനാൽറ്റി അടിച്ച് പിടിച്ചിട്ടുണ്ടാവും. അതുപോലല്ല റിയൽ യുദ്ധം. ഇതിപ്പോ നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലാണ് ഡിബേറ്റ് ഒക്കെ വരുന്നത്. ആ സമയത്ത് മോഡിക്ക് ഇത്രയും കാലം താഴെ തട്ടുന്നുണ്ടെന്ന് ജനകീയ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരു എഡ്ജ് എപ്പോഴും ഉണ്ടാവും. ആ ഹിന്ദിയാണെ പറയാൻ വേണ്ട, ഇംഗ്ലീഷ് ആണെങ്കിലാണ് പിന്നെ ആ പാടെ ഭാഷയുടെ ഒരു പ്രശ്നം വരുന്നത്. ഇതിപ്പോ ഹിന്ദിയിലാണ് ഉണ്ടാവാൻ സാധ്യത, ഇംഗ്ലീഷിലാണോന്നില്ല. കാരണം മുമ്പ് ഇവിടെ അമേരിക്കൻ ഇന്ത്യൻസ് അല്ലല്ലോ വോട്ട് ചെയ്യുന്നത്, ഇന്ത്യൻസ് അല്ലേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഹിന്ദിയിലായിരിക്കും ഡിബേറ്റ്. അപ്പം പെട്ടെന്ന് ഒരു ക്വിക്ക് റെസ്പോൺസ് കൊടുക്കേണ്ടത് മോഡി തന്നെയാണ് സ്കോർ ചെയ്യാൻ സാധ്യത. അപ്പം അങ്ങനെ ഡിബേറ്റ് വന്നു കഴിഞ്ഞാൽ അത് മോഡി തന്നെ എമേർജ് ചെയ്തു. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ ഡിബേറ്റ് നടക്കുമോ അവിടെയാണ് സംശയം. മോഡി അത് ഏറ്റെടുക്കാൻ പറയാൻ പറ്റിയ മോഡി അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ രാഹുൽ ഏറ്റെടുത്തു. പക്ഷെ മോഡി ഏറ്റെടുക്കുന്ന കാര്യത്തിലാണ് സംശയം. കാരണം അതിൽ 2 ഘടകം എന്ന് വെച്ചാൽ രാഹുലിനെ വളർത്തണ്ടെന്നങ്ങ് വിചാരിക്കും, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തുല്യര് തമ്മിലല്ലേ വേണ്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബം എന്നൊക്കെ ശരിയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് അല്ല. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി പോലും ആയിട്ടില്ല, MP മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ തുല്യര് തമ്മിൽ വേണമെന്ന് ഇപ്പൊ തുല്യര് വേണ്ടാന്ന് തന്നെ വെക്കുക. തുല്യര് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നതിന്റെ മാതിരി
ഖാർഗെ അല്ലേ അവിടെ നിന്ന് വരേണ്ടത്, അല്ല അധീർ രഞ്ജൻ ചൗധരി അല്ലേ വേണ്ടത്? അതെ അതെ. എനിക്ക് തോന്നുന്നു ഖാർഗെ ഒരു പക്ഷേ ഈ സാറ് പറഞ്ഞതുപോലെ ഈ ശത്രുക്കളെ തീരുമാനിക്കുമ്പോഴും നമുക്ക് ഗ്രേഡുള്ള ശത്രുക്കളെ അതെ, തീരുമാനിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ പോകുന്നത്. ഇനിയിപ്പോ അല്ലെങ്കിൽ പറയും ഈ മോഡി പറയാണ് ശശി തരൂരിനേറ്റാൻ വിട്ടോ എന്ന് പറയാം. അങ്ങനെയാണ് രാഹുലിന് അപമാനമാണ്. അതെ അതെ. അല്ല കൂട്ടത്തിൽ മോഡിനെ ഒരു ഡിബേറ്റ് പിടിച്ചിരിക്കാൻ ശേഷിയുള്ള ആളുകൾ ഒന്ന് ശശി തരൂര്, വേറെ ജയറാം രമേശ് കൊള്ളാം. മണിശങ്കർ അയ്യർ വന്നാൽ ചിലപ്പോൾ വിട്ടു. മണിശങ്കർ ഈ നമ്മളെപ്പോലെ ഉള്ള നമ്മളെപ്പോലെ എന്ന് വെച്ചാൽ കൂടുതൽ വായിക്കുന്ന ലോകമൊക്കെ അറിയുന്ന എലീറ്റ് ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അത് ഇന്ത്യയിലെ മാസം മനസ്സിലാവും. ഈ സത്യത്തിൽ മോഡിനെ പ്രധാനമന്ത്രിയാക്കിയാലും RSSനെ കണ്ടും വലിയ പങ്ക് ഈ മണിശങ്കർ അയ്യക്ക. ഇന്നലെ ചർച്ച ഞാൻ പറയുന്നത് ഇയാൾ വേണമെങ്കിൽ ചായ എടുക്കാൻ വന്നോട്ടെ AICC മീറ്റിംഗ്. എന്താ വെച്ചാൽ ഞങ്ങൾ ബ്രാഹ്മണസ് ഒക്കെ അവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ആദ്യമൊക്കെയാണെന്ന് അദ്ദേഹം പിടിച്ചത്. ഞാൻ ചായക്കടക്കാരൻ്റെ മോൻ, സാധാരണക്കാരൻ്റെ മോൻ. ഇവിടെ കിടക്കൂല്ലേ ഇന്ത്യയില് 65-70% ചായ പേ ചർച്ച എന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചായ എടുത്ത നായേഴ്സ് എന്ന് വെച്ചാൽ ഈ ജാതിസ് ഈ ശൂദ്രന്മാരാണ്. അത് കഴിഞ്ഞ ഈഴവരാണ്, പിന്നെ മുസ്ലിംസ് ആണ്, പിന്നെ ക്രിസ്ത്യൻസ് ആണ്. ദളിതരൊന്നും ചായക്കട ആദ്യം നടത്താറില്ല. ഇല്ല. പിന്നെ ബ്രാഹ്മൺസ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽസ് നടത്തും. പട്ടർ ബ്രാഹ്മൺസ്. അതും ബ്രാഹ്മൺസിനിടെ കുറച്ച് ഗ്രേഡ് താഴെയുള്ള ആളുകളാണ് ഈ പറയുന്ന ഈ പാചകക്കാർ എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ പൂജയൊക്കെ ചെയ്യുന്ന ഈ അഗ്നിഹോത്രികൾ, ഇവരൊക്കെയാണ് ടോപ്പ് ആളുകൾ. അപ്പൊ ഈ പറയുന്ന താഴെത്തട്ടിലുള്ള ആളുകളാണ് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത്, ചായ കച്ചവടം ചെയ്യും. അത് പ്രധാനമായും കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നായേഴ്സും പിന്നെ അത് ഇല്ലത്തെ നായന്മാരായിരിക്കില്ല പൊതുവെ. മുടിഞ്ഞ നായർ നായേഴ്സ് ഈഴവാസാണ് പ്രിഡോമിനന്റ്. നിങ്ങൾക്ക് നല്ല ചായക്കടകൾ പല പല നല്ല ബേക്കറിയൊക്കെ തീയന്മാരാണ്. നല്ല ചായ ഇപ്പൊ പാരഗൺ അതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ചില ബേക്കറികൾ, അതായത് തലശ്ശേരിയിലെ ബേക്കറികൾ, പല ബേക്കറികളും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. കച്ചവട രംഗത്ത് അവരാണ്. അപ്പം ഞങ്ങൾ ബ്രാഹ്മണസ് ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. അയ്യരാണല്ലോ പറയുന്നത്, മണിശങ്കർ അയ്യരാണല്ലോ പറയുന്നത്. അപ്പം ഞങ്ങൾ ബ്രാഹ്മണസ് ഇരുന്ന് തീരുമാനിക്കും. നിങ്ങൾ അത് ചായ എടുത്തിട്ട് പോയിക്കോ. ഇതാർക്ക് ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? അത് അയാളുടെ മനസ്സിലിരിക്കുന്ന ഒരു സാധനവും അത് ഇപ്പോഴും ആ ചില അങ്ങനത്തെ ചില കക്ഷികൾക്ക് ഇപ്പോഴും ഈ മോദി അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ബിജെപിക്കകത്തുമില്ല. അതിപ്പോ മോഡി ഈ വാരണാസിയിൽ മത്സര സമയത്തെ അവിടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വന്ന് പത്രസമ്മേളനം, മുരളി മനോഹർ ജോഷി ബ്രാഹ്മണനാണല്ലോ. ഞങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഈ പറയുന്ന ഒരു OBC-കാരനെ അംഗീകരിക്കില്ല. പിന്നെ വേറെ കാര്യം, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള പിന്നെ ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതിയാണ്. അത് മനുസ്മൃതിയാണ് ഇന്ത്യൻ ഭരണ ക്യാഹ എന്നൊക്കെ ചോദിച്ചു. മാത്രമല്ല ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഇരിക്കുന്ന നേതാക്കന്മാർ മൊത്തം ബ്രാഹ്മൺസ്. ഇയാള് വന്നല്ലേ അത് മാറ്റം വരുത്തി. അല്ലെ കോൺഗ്രസ് തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്തി. കോൺഗ്രസ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ ആളുകൾ ഈ നെഹ്റു ജാതി മതമൊന്നും ഇല്ല എങ്കിലും പോലും ഹി വാസ് എ ബ്രാഹ്മൺ, ഇന്ദിര വാസ് എ ബ്രാഹ്മൺ, രാജീവ് വാസ് എ ബ്രാഹ്മൺ, ആൻഡ് മൻമോഹൻ സിംഗ് സർദാർജിയാണ്, കൂടിയ സർദാർജിയാണ്. നരസിംഹ റാവു ബ്രാഹ്മണനാണോ എനിക്കറിയില്ല, ഏതായാലും അവിടുത്തെ ഉയർന്ന കാസ്റ്റ് കുടുംബമാണ്. പിന്നെ ഇനി മറ്റു രാഷ്ട്രീയ പാർട്ടികളും നിങ്ങൾ നോക്കൂ. ഇയാള് വാജ്പേയി വാജ്പേയി എന്ന് വെച്ചാല് വാജ്പേയി OBC ആണോ? വാജ്പേയി. പിന്നെ അഡ്വാനി ഉയർന്ന ജാതിയാണ്. ഇനി പിന്നെ IK ഗുജറാൾ, BP സിംഗ് രാജകുടുംബമാണ്, ചരൺ സിംഗ് രാജകുടുംബമാണ്, ചന്ദ്രശേഖർ ഏതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരൊക്കെ സ്മോൾ ഫ്ലൈസ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരു OBC-കാരൻ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ വേണേൽ പറയാം ഇങ്ങോട്ട് OBC ആക്കിയത് എങ്കിൽ പോലും മറ്റേ ഉയർന്ന ജാതി താണജാതിയിൽപ്പെട്ട ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ OBC ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് OBC ആക്കാൻ പറ്റില്ല. അപ്പം ആ രീതിയിൽ ഒരു OBC-കാരൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സോഷ്യൽ ഇമേജ് ഉള്ളത്. മാത്രമല്ല പുള്ളി അതിനുശേഷം അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ രാഷ്ട്രപതി, അതിന് മുമ്പത്തെ രാഷ്ട്രപതി അതുപോലെ 8 ഗവർണർമാരെ ഇപ്പൊ ആദിവാസികളുണ്ട്. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഇനിയും ഏത് ലാഭത്തിന് വേണ്ടിയാണെങ്കിലും കീൻ പോസ്റ്റുകളിൽ വെക്കാൻ മോദി. അല്ല എനിക്ക് തോന്നുന്നു OBC-കാരെയും ഉയർന്ന ജാതിക്കാർക്കല്ല, അവരുടെ ക്യാബിനറ്റിൽ ഭൂരിപക്ഷം ഇവ OBC തൊട്ട് താഴോട്ടുള്ളവർക്കാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള നേതാക്കന്മാർ ഒരുപാട്, കിരൺ റിജ്ജു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ. പിന്നെ കാശ്മീരിലെ മറ്റേ ലഡാക്ക് മേഖലയിലുള്ള വളർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിമാര്. അപ്പൊ അത് ഇന്ത്യയുടെ ഈ ഡൈവേഴ്സിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പലപ്പോഴും വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ജാതി അത് കിടക്കും. മണിശങ്കറിന്റെ ഉള്ള പ്രശ്നം അതൊന്നും. മണിശങ്കർ ഒരു ബ്രാഹ്മണൻ എന്ന രീതി അഹങ്കരിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒരു ഉപബോധത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് മണിശങ്കർ അയ്യറിനെ പോലെ ഒരാളാണ് ഇരുന്നെങ്കിൽ ആ ഡിബേറ്റ് പിന്നെ മോഡി 400 സീറ്റ് ചില പഠിക്കും ആ ഡിബേറ്റ് കഴിയുമ്പോഴേ. പക്ഷെ ഇത്തരം ഡിബേറ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് JNU ഉണ്ടായിരുന്നു. JNU പ്രസിഡൻഷ്യൽ ഈ കനയ്യകുമാർ അങ്ങനെയാണ് ജയിച്ചു വരുന്നത്.
ഇവന് ഒടുക്കത്തെ പ്രസംഗമാണ് ആണോ? ഹിന്ദിയിൽ. ഇംഗ്ലീഷ് ആ. പറ്റില്ല. ആ. ഒടുക്കത്തെ പിന്നെ നാടക നടന്നേക്കാം അവിടെ ഇപ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് CPIക്ക് നാടക APSC ഇല്ല, അതിന്റെ ദേശീയ ഫോമുണ്ട്, അതിൽ നാടകമൊക്കെ ചെയ്യുന്നവനാണ്. ഇവൻ ഹിന്ദിയിൽ ഒടുക്കത്തെ ഓറട്ടറാണ്. അങ്ങനെ ശൈലി ഉള്ളതുകൊണ്ട് അവനെ BJPയിലായിരുന്നുണ്ടല്ലോ. രക്ഷപ്പെട്ടു. പിന്നെ ഭീകര ഓറട്ടറാണ് അവൻ, ഭീകര ഓറട്ടറാണ്. ഇവിടുത്തെ ആസാദി എന്നെ പാടിയിട്ട് ആളുകളെ അതിന്റെ താളം ഇപ്പോഴും കിടക്കുമല്ലേ കിടക്കുന്നത്. അത് അങ്ങനെയാണ് കനകകുമാർ. അപ്പം അതുപോലെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഹിലാരി വിട്ടത് അങ്ങനല്ലേ. ഈ ഒബാമ ഒടുക്കത്തെ ഓറട്ടറാണ്, ഭയങ്കര ഡിബേറ്ററാണ്. അപ്പൊ ഈ ട്രംപ് ജയിക്കുന്ന എംപിന്റെ വൈകാരികത കൊണ്ടാണ്. ട്രംപ് നല്ല ഡിബേറ്റർ ഒന്നല്ല, പക്ഷെ ട്രംപ് ഈ കോമാളിക്കളയൊക്കെ കാണിക്കുമ്പോൾ ദിലീപിന്റെ സിനിമ ഹിറ്റാകുന്ന പോലെ ട്രംപ് ഹിറ്റായി പോയതാണ്. അത് വേറെ ലൈനാണ്. പക്ഷെ എങ്കിൽ പോലും പൊതുവെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് വലിയ പങ്കുണ്ട്. JNU ഡിബേറ്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഡിബേറ്റ് മോശമായി പോയാൽ ജയിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായി വരുന്നതൊക്കെ നല്ലതാണ്. അതിന് തുടക്കമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഡിബേറ്റ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. ഇനിയിപ്പോ ഡിബേറ്റ് നടന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ആയിപ്പോകും. മോദി തന്നെ കക്ഷിയാവും. ആന ഔട്ടിയ തവള പോലെ. അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം കൊണ്ടല്ല, മോഡി ഒരു ജനകീയ രാഷ്ട്രീയക്കാരനെ ഉയർന്നു വന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി ഈ പറയുന്ന മുഖര വല്യമ്മയും ബാപ്പയൊക്കെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ടൈറ്റ് സെക്യൂരിറ്റി പേര് പോലും വെളിപ്പെടുത്താതെ സാഹചര്യം വളരേണ്ടി വന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വളരേണ്ടി വരുമ്പോൾ നമ്മളൊരു മുട്ട വിടർന്നു വരുമ്പോൾ അല്ല ഒരു മുട്ട വിരിയുമ്പോൾ ഈ പശുക്കുഞ്ഞ് അതിന്റെ കൊക്കുകൊണ്ട് കൊത്തിയിട്ട് വേണം പൊട്ടിക്കാൻ. നമ്മളെ സഹായിച്ചു കൊടുത്താൽ എന്താ അത് ഒരിക്കലും വളരില്ല. അപ്പൊ അതിന്റെ ശക്തി കിട്ടില്ല അതിന്റെ കൊക്കിന്. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം ഈ ടൈറ്റ് സെക്യൂരിറ്റിന്റെ ഇടയിൽ വളർന്നു. രാഹുലും പ്രിയങ്കയൊക്കെ പ്രശ്നമുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളുമായിട്ട് അവിടെ നല്ല കണക്ഷൻ ഇല്ലാതെ പോയി. അവര് നമ്മൾ ഈ പറയുന്ന പ്രേമലു സിനിമയിൽ പറയുന്ന പോലെ CBSE കിഡ്സ് ആയി പറയും. ഈ താഴെത്തട്ടിലുള്ള കിഡ്സ് ഉണ്ടല്ലോ, കേരള സിലബസ് പഠിക്കുന്നത്, അവരുടെ ഒരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അത് മോഡിക്കുണ്ട്. മോഡി അതാണല്ലോ. ഇത് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പം ഒരു ഇലക്ഷനിലും നിങ്ങൾ ഈ പറഞ്ഞ അംബാനിനെ അദാനി എന്നെ നിങ്ങൾ നല്ല അഡ്രസ് ചെയ്യുന്നത് മാസിനെയാണ്. ആ മാസ് സ്ട്രീറ്റിൽ ജീവിക്കുന്നവരാണ്. അവിടെയാണ് മോഡിക്ക് അപ്പർ ഹാൻഡ് ഉള്ളത്. മോദിക്ക് സാധാരണക്കാരന്റെ പൾസ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് പറയുന്ന ആളുകളെ മലയാളിക്ക് പേടിയാന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോഡിനോട് ശശി തരൂർ ഡിബേറ്റിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാം, ബംഗാളി അറിയാം, പിന്നെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നതിന്റെ മാതിരി മോഡിനെ ഈ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാക്കുന്ന ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് കുറച്ചുണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പം ഈ സാർ പറഞ്ഞതുപോലെ നമുക്ക് അവസാനിപ്പിക്കാം. ചുമ്മാതെ ആന ചവിട്ടിയ തവളയാവാൻ രാഹുൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.